എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് കരേറ്റ യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് ആദ്യമേ ഇൻട്രൊഡക്ഷൻ നോക്കാം. ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ്സ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ എന്നുള്ള കമാൻഡാണ്. ഈ കമാൻഡ് യൂസ് ചെയ്ത് ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് നമുക്ക് ഫുൾ സ്ക്രീനിലേക്ക് മാറ്റാൻ സാധിക്കും. അതിനുശേഷമുള്ള കമാൻഡ് മാക്സിമൈസ് എന്നുള്ള കമാൻഡാണ്. ഈ കമാൻഡ് യൂസ് ചെയ്ത് ബ്രൗസറിൻ്റെ സ്ക്രീൻ മാക്സിമൈസ് ചെയ്യാൻ സാധിക്കും. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് ഡ്രൈവർ ഡോട്ട് ഡൈമെൻഷൻസ് എന്നുള്ളതാണ്. ഈ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ബ്രൗസറിൻ്റെ വിൻഡോ സൈസ് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊരു JSON വാല്യൂ ആയിട്ടായിരിക്കും നമ്മൾ പാസ് ചെയ്യുന്നത്. X ആക്സിസ് വാല്യൂ കാണും, Y ആക്സിസ് വാല്യൂ കാണും, അതുപോലെ ഹൈറ്റ് എന്നൊരു കീ കാണും, വിഡ്ത്ത് എന്നൊരു കീ കാണും. ഇതിന് വാല്യൂ പാസ് ചെയ്താണ് നമ്മൾ ബ്രൗസർ വിൻഡോയുടെ സൈസ് സെറ്റ് ചെയ്യുന്നത്. അടുത്ത കമാൻഡ് എന്ന് പറയുന്നത് മിനിമൈസ് എന്നുള്ള കമാൻഡാണ്. ഈ കമാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ബ്രൗസറിൻ്റെ സ്ക്രീൻ മിനിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് IDE ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കരേറ്റെ UI ഓട്ടോമേഷൻ എന്ന പ്രൊജക്റ്റിനുള്ളിൽ SRC ടെസ്റ്റ് ജാവ എന്ന സോഴ്സ് കോഡിൻ്റെ അകത്ത് com.test എന്നൊരു പാക്കേജ് ഉണ്ട്. ഈ പാക്കേജിനുള്ളിൽ ചേഞ്ച് ബ്രൗസർ സ്ക്രീൻ സൈസ് ഡോട്ട് ഫീച്ചർ എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോഡ് ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക്. ഫീച്ചറിൻ്റെ പേര് ചേഞ്ച് ബ്രൗസർ സ്ക്രീൻ സൈസ് എന്നാണ്. ഇവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെക്ഷൻ ഉണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ കോഡ് ഈ ഫീച്ചർ ഫയലിൽ എത്ര സെനേരിയോസ് ഉണ്ടോ ആ സെനേരിയോസിന് മുമ്പായിട്ട് ആ ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിലെ കോഡ് എക്സിക്യൂട്ട് ആകും. നിലവിൽ ഈ ഫീച്ചർ ഫയൽ ഒരു സെനേരിയോ ഉള്ളൂ. ബാക്ക്ഗ്രൗണ്ട് സെക്ഷനിൽ കമൻറ്റ്സ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ലൈൻ ഓഫ് കോഡും എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ 5th ലൈനിൽ സ്റ്റാർ കോൺഫിഗർ ഡ്രൈവർ ഈക്വൽ ടു ടൈപ്പ് ക്രോം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇത് നേറ്റീവായിട്ട് ഇൻസ്റ്റാൾ ആയിരിക്കുന്ന ക്രോം കരേറ്റെ പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ കോഡ് യൂസ് ചെയ്യുന്നത്. ഡീഫോൾട്ട് ഇൻസ്റ്റാൾ ലൊക്കേഷനിൽ നിന്ന് കരേറ്റെ ക്രോം പിക്ക് ചെയ്തെടുക്കും. 7th ലൈനിൽ ടെസ്റ്റ് URL ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്റ്റാർ ഡ്രൈവർ, അതിനുശേഷം ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന URL സിംഗിൾ കോഡ് കൊടുത്തിരിക്കുകയാണ്. ക്യാച്ച് ഓൾ സിമ്പിളായ സ്റ്റാറിന് പകരം ഗിവൺ വെൻ ദെൻ ആൻഡ് എന്നീ കീവേഡ്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എല്ലാം സ്റ്റാർ സിമ്പിൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ 9th ലൈനിൽ ഒരു ഡിലേ കൊടുത്തിട്ടുണ്ട്. ഈ ഡിലേ നമുക്ക് ഈ സ്ക്രീൻ ചേഞ്ച് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. 2 സെക്കൻഡ് ഡിലേ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം സെനേരിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് സെനേരിയോയുടെ പേര്, ചേഞ്ച് ബ്രൗസർ സ്ക്രീൻ സൈസ് യൂസിങ് ഫുൾ സ്ക്രീൻ മാക്സിമൈസ് മിനിമൈസ് ആൻഡ് ഡൈമെൻഷൻസ്. ഇവിടെ ആദ്യമേ ലോഞ്ച് ചെയ്ത് വരുന്ന വെബ്സൈറ്റ് ഫുൾ സ്ക്രീൻ ആക്കുന്നു. അതിനുശേഷം 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അതിനുശേഷം മാക്സിമൈസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുത്ത ശേഷം സ്റ്റാർ ഡ്രൈവർ ഡോട്ട് ഡൈമെൻഷൻസ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് സ്ക്രീനിൻ്റെ സൈസ് നമ്മൾ സെറ്റ് ചെയ്യുന്നു. വിഡ്ത്ത് 300 ആയിട്ടും ഹൈറ്റ് 800 ആയിട്ടും സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. അതിനുശേഷം മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 2 സെക്കൻഡ് ഡിലേ കൊടുക്കുന്നു. കരേറ്റെ ഓട്ടോമാറ്റിക്കലി ബ്രൗസർ ക്ലോസ് ആകും. അതിനുശേഷം ഇനി നമുക്ക് ഈ ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് വെരിഫൈ ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് കുക്കുംബർ ഫീച്ചർ ഫയൽ. ബ്രൗസർ ഓപ്പൺ ആയി, ഫുൾ സ്ക്രീനിലേക്ക് പോയി, മാക്സിമൈസ് ആയി. അതിനുശേഷം ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് സെറ്റ് ചെയ്ത ശേഷം മിനിമൈസ് ആയി, എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് കരേറ്റയിൽ ഫുൾ സ്ക്രീന് മാക്സിമൈസ് ഡ്രൈവർ ഡോട്ട് ഡൈമെൻഷൻസ് മിനിമൈസ് എന്ന കമാൻഡ് യൂസ് ചെയ്ത് ബ്രൗസറിൻ്റെ സ്ക്രീൻ സൈസ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.